ഒരേ പരിശോധനയ്ക്ക് സ്വകാര്യ ലാബുകളിൽ വ്യത്യസ്ത നിരക്കുകളാണ് ഈടാക്കുന്നത്. ഈ പരാതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് മാതൃഭൂമി ന്യൂസ്. കൊല്ലം ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ ഒരു ലാബിലെത്തി നട്ടലിൻ്റെയും മുതുകിൻ്റെയും MRI സ്കാനിംഗ് നടത്താനുള്ള നിരക്ക് ചോദിച്ചു. $13,000 നിശ്ചയിച്ച MRI പരിശോധന വില പേശിയപ്പോൾ $5,000 കുറഞ്ഞു. ഇതങ്ങനെ സാധ്യമാകും? ഇനി അടുത്ത ലാബിലേക്ക്. ഇവിടെയും അതേ പരിശോധനയുടെ വില തിരക്കി. ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള രണ്ടാമത്തെ ലാബിൽ പറഞ്ഞ ആദ്യ നിരക്ക് $12,000. വില പേശിയപ്പോൾ $1,000 കുറച്ചു. അതായത് ആദ്യ ലാബിനേക്കാൾ $3,000 കൂടുതൽ. ഇനി കരുനാഗപ്പള്ളിയിലേക്ക്. താലൂക്ക് ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന ലാബിലെത്തി. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് നേരെ എതിർവശത്തുള്ള ലാബിലും ഞങ്ങളെത്തി. അവിടെ MRI സ്കാനിംഗ് ഇല്ല. പക്ഷേ പുറത്തെ ലാബിൽ പരിശോധിപ്പിച്ച് ഫലം നൽകും. $9,600 നൽകണമെന്ന് മാത്രം. രണ്ട് ചെടിയുണ്ട്. $9,600 അല്ലേ? നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥാപനം പറയുന്നേ. അവിടെ $4,500 പറഞ്ഞത്. വേണ്ട, അവിടെ $4,500 പറഞ്ഞു. കൊല്ലം ജില്ലയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് പാരിപ്പള്ളിയിലാണ്. ആ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ MRI സ്കാനിങ്ങിൻ്റെ തുക എത്രയാണ് ഒന്ന് പരിശോധിക്കാം. അൾട്രാസൗണ്ട് സ്കാനിംഗ് ഇല്ല, MRI വലിയ കെട്ടിടങ്ങളും ഭംഗിയുള്ള ഇത്തരം ബോർഡുകളും ഒക്കെ തന്നെ പാരിപ്പള്ളിയിലുണ്ട്. പക്ഷേ രോഗികൾക്ക് ഏറെ ആവശ്യമായിട്ടുള്ള MRI സ്കാനിങ് ഈ മെഡിക്കൽ കോളേജിലില്ല. തൊറാസിക് സ്പൈൻ, LS സ്പൈൻ എന്നീ 2 പരിശോധനകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സ്വകാര്യ ലാബുകളെ സമീപിച്ചത്. അവിടുത്തെ പരിശോധനയുടെ തുക എത്രയാണ് എന്ന് നേരത്തെ പ്രേക്ഷകർ കേട്ടതാണ്. ഇനി കൊല്ലം ജില്ലാ ആശുപത്രിയിലെ അവസ്ഥയാണ്. തൊറാസിക് സ്പൈന് BPL വിഭാഗത്തിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് $1,800, LS സ്പൈന് $1,800. അതായത് ഇത് രണ്ടും കൂടി ചെയ്യുകയാണെങ്കിൽ $3,600. പൊതുവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 2,200 + 2,200, അങ്ങനെ $4,400. ജില്ലാ ആശുപത്രിയിൽ കുറഞ്ഞ നിരക്കിൽ ചെയ്യുന്ന പരിശോധനകൾക്ക് സ്വകാര്യ ലാബുകൾ ഭീമമായ തുകയാണ് ഈടാക്കുന്നതെന്ന് ഈ അന്വേഷണത്തിൽ വ്യക്തം. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഗുണനിലവാരത്തിലെ വ്യത്യാസമാണ് വിലവ്യത്യാസത്തിന് കാരണം എന്നാണ് ലാബ് ഉടമകൾ പറയുന്നത്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ അന്വേഷണം നടത്തിയ ലാബുകളിലെ എല്ലാത്തരം ഉപകരണങ്ങളും ഒരേ നിലവാരമുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വിലവ്യത്യാസം ഇങ്ങനെ ഉണ്ടാകുന്നത്? ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതും മറുപടി പറയേണ്ടതും ആരോഗ്യവകുപ്പാണ്. ക്യാമറമാൻ ഷാനോസ് പരിതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.